നമസ്കാരം, ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പ്രോൺസ് ഡൈനാമൈറ്റ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രോൺസിൻ്റെ ഡിഷാണ്. നമ്മൾ സാധാരണ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്രിപ്സിനെസ് നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാറില്ല. അതേപോലെ തന്നെ സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. പ്രോൺസ് ഡൈനാമൈറ്റിന് വേണ്ടിയിട്ട് 300 ഗ്രാം പ്രോൺസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. ആദ്യം സോസിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മയണൈസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇങ്ങനെയല്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് തയ്യാറായി. ഇനി നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കോട്ടിങ്ങിനുള്ളത് റെഡിയാക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇതിന് പകരം പാപ്രിക്ക ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കോട്ട് ചെയ്യാം. ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. പ്രോൺസ് ഡൈനാമൈറ്റ് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നാൻ, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസ് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.